നമ്മുടെ പപ്പുവേട്ടനുമായിട്ടുള്ള ഒരു ആത്മബന്ധം തുടങ്ങുന്നത് എപ്പോഴാണ്, എങ്ങനെയായിരുന്നു? പപ്പോട്ടിനെ ഞാൻ കാണുന്നത് ഡോക്ടർ ബാലകൃഷ്ണൻ്റെ കമ്പനിയിൽ വെച്ചിട്ടാണ്. ഡോക്ടർ ബാലകൃഷ്ണനാണ് എന്നെ ഒരു സംവിധായകനായി മാറ്റിയത്. എന്നെ മാത്രമല്ല, മലയാള സിനിമയിൽ ഒരുപാട് പേരെ, ഹരിഹരൻ, AB രാജ്, ഇവൻ സത്യനന്ദിക്കാട്, ഞാൻ ഒക്കെ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ പ്രൊഡക്ട്സാണ്. സത്യം പറഞ്ഞ ആ കയ്യിലൂടെയാണ് ഞങ്ങളൊക്കെ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ അന്ന് ഭാർഗവനിലേക്ക് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ പപ്പോട്ടിന് വർക്കുകളൊന്നും ഇല്ലാതായപ്പോൾ ഇവരൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു മദ്രാസിൽ. നിലമ്പൂർ ബാലൻ, കുതിരവട്ടം പപ്പു, പിന്നെ നമ്മുടെ നെല്ലിക്കോട് ബസ്സിന് താമസമില്ലായിരുന്നു. ഇവരൊക്കെ താമസിക്കുന്നവരാണ് അവിടെ ഒരു റൂമിൽ. ഹമീദ് കാക്കശ്ശേരി, നമ്മുടെ ക്യാമറമാൻ രാമചന്ദ്ര ബാബു, അപ്പോൾ പിന്നെ നമ്മുടെ നടൻ സുകുമാരൻ, പിന്നെ ഈ കൂട്ടത്തിലുള്ളതാണ് രവി മേനോൻ, സുരാസു. ഇതൊക്കെ വൈകുന്നേരത്തെ കമ്പനി പാർട്ടി. അപ്പം സ്ട്രഗ്ലേഴ്സാണ്, ഭയങ്കര കഷ്ടപ്പാടുന്ന കാലഘട്ടത്തിൽ. വൈകുന്നേരം ആകുമ്പോൾ ഡോക്ടർ ബാലകൃഷ്ണൻ്റെ ക്ലിനിക്ക് കഴിയുമ്പോൾ കുറച്ച് നേരം ഡോക്ടർ ഹാപ്പി ആയിരിക്കും, അവർ ഡോക്ടറുടെ കൂടെ കൂടാം, ഡോക്ടർ കുറേ തമാശകൾ പറയും. അപ്പോൾ ഡോക്ടർ ഇവരൊക്കെ കഷ്ടങ്ങൾ കണ്ടിട്ട് പറയും, നമുക്കൊരു സിനിമ എടുക്കണം ഇവർക്ക് റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്ത് സിനിമ എടുക്കണം എന്നറിയില്ല, എന്ത് റോൾ ഉണ്ടാക്കില്ല. എന്നിട്ട് ഡോക്ടർ ഡയറക്റ്റ് ചെയ്ത എല്ലാ പടത്തിനും ഡോക്ടർ സെറ്റിൽ വരാറില്ല. ഡോക്ടർ ഇങ്ങനെ എഴുതി തരും, ഞാൻ ക്ലിനിക്കിലേക്ക് പോകണം, ചന്ദ്രൻ പോയി തുടങ്ങിക്കോ. സത്യത്തിൽ ഞാൻ അങ്ങനെയാണ് എനിക്ക് ഫ്രീ ആയിട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ചാൻസ് കിട്ടുന്നത്. അപ്പോൾ ഡയറക്റ്റ് ചെയ്യാൻ വളരെ ഈസിയാണ്. കാരണം തെറ്റ് ചെയ്താലും എൻ്റെ പേരിലല്ല ഡോക്ടറുടെ ഷോൾഡറിലാണ് വരുന്നത്. പക്ഷേ എഡിറ്റർ വെങ്കട്ടാൻ പറയും, ചന്ദ്രൻ അത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, ഇങ്ങനെ കറക്റ്റ് ചെയ്യണം എന്ന് പറയുന്ന കാലഘട്ടം. അതും അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിമാണെങ്കിലും ഫിലിം ഭയങ്കര കോസ്റ്റ്ലിയാണ്, പേടിയാണ്. അപ്പോൾ ഒരു ടേക്ക് 2 ടേക്ക് പോയാൽ എല്ലാവരും മുട്ട് വിറയ്ക്കുന്ന കാലഘട്ടമാണ്. അയ്യോ ഫിലിം. അപ്പോൾ പപ്പോട്ടനും ഈ പട്ടം സദൻ, ഇവരുണ്ടായിരുന്നു ഗ്രൂപ്പ്. ഇവരെ രണ്ടുപേരും കൺട്രോൾ ചെയ്യുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. ഇവർ 10 മിനിറ്റ് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവർ മുങ്ങിക്കളയും. പിന്നെ ചോദിക്കുമ്പോൾ ഞങ്ങൾ മൗണ്ട് റോഡിൽ നിൽക്കുകയാണ്, ഓട്ടോറിക്ഷയിലുണ്ടെന്ന് പറയും. ഈ എന്താ പറയുക, പട്ടം സാധന മ്യൂസീഷ്യൻ ആയതുകൊണ്ടും അദ്ദേഹം പല എഫക്ട്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, ഒരുപാട് കോണ്ടാക്ട്സ് ഉണ്ട്. പുള്ളി 1 മിനിറ്റിൽ വരാതെ കൊണ്ട് അവിടെ ഒരു ശബ്ദം കൊടുക്കാൻ പോകുമ്പോൾ നീ കൂടി വന്നു പപ്പനും കൂട്ടിയിട്ട് പോകും. പിന്നെ കുറേ കഴിയുമ്പോൾ അവിടുന്ന് പിടിച്ചുകൊണ്ടിരണം. പട്ടം സാറിൻ്റെ കൂടെ കയറിയാൽ പിന്നെ പട്ടം തന്നെയാണ്. അപ്പോൾ ഇത് കൺട്രോൾ ചെയ്യാൻ ഞങ്ങളെ ഏൽപ്പിക്കും. അപ്പോൾ എനിക്കിപ്പോഴും അപ്പം അങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് JC ഡയറക്റ്റ് ചെയ്യുന്ന ഒരു ചന്ദനച്ചോല പറഞ്ഞ സിനിമ, അത് പീരുമായിട്ടുള്ള ഷൂട്ടിങ്. ആ ഒരു സംഭവമാണ് എപ്പോഴും മറക്കാൻ പറ്റാതെ തോന്നിയിട്ടുള്ളത്. വെച്ചാൽ അവിടെ വന്നപ്പോൾ വണ്ടിപ്പെരിയാർ താമസിക്കാൻ ഒരു ഹോട്ടൽ താമസിച്ചു. പപ്പുവേട്ടനും ഈ പട്ടം സാധനം ഒരു റൂമിലാണ് താമസിക്കുന്നത്. അപ്പോൾ ഒരു കമ്പനിയായി, ഭയങ്കര കമ്പനി. നിലമ്പൂർ ബാലനും ഉണ്ട് കൂടെ. സംഭവിച്ചപ്പോൾ വൈകുന്നേരം ആ ഓണർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇവരെയൊക്കെ കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി ഫുഡ് കൊടുക്കുകയൊക്കെ വന്നപ്പോൾ ഓണറുടെ ഓഫീസ് ക്യാബിനിൽ നോക്കിയപ്പോൾ ഒരു സ്റ്റോക്കിരിക്കണം. ഉടനെ പപ്പുവേട്ടനും പട്ടം സാധനം നായാട്ടിന് പോയേ പറ്റൂ. അപ്പോൾ ആ പുള്ളി നമ്മള് രാജാവിന്റെ കഥകളിലൊക്കെ നായാട്ടിന് പോവുക എന്നുള്ള പ്രയോഗമൊക്കെ കേൾക്കുന്ന കേട്ടോ. ഇതാദ്യമായിട്ട് ഒരാള് സിപ്പായി ഈ കഴിഞ്ഞ 50 വർഷത്തിനിടയിൽ ഒരാള് നായാട്ടിന് പോവുക എന്നുള്ള പറയൂ. നായാട്ടിന് പോയേ പറ്റൂ. അവസാനം അയാളത്തെ സമ്മതിച്ചു. അങ്ങനെ രാത്രി ഒരു 9 മണി 10 മണിയായപ്പോൾ അവര് അത്യാവശ്യം മദ്യപിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ മൂട് വന്നു, തോക്കെടുത്ത് 2 പേരും കൂടി ഇറങ്ങുകയാണ്. അപ്പം കൂടുതലൊന്നും പോകരുത്, ഇവിടെ അടുത്തെവിടെയെങ്കിലൊക്കെ എന്തെങ്കിലും കിട്ടും, മുയലൊക്കെ കിട്ടും പറഞ്ഞു. ശരി പറഞ്ഞു. 2 പേരും കൂടെ ഇറങ്ങിയപ്പോൾ ഒരു ഭാഗ്യത്തിന് ഇറങ്ങി ഹോട്ടലിൻ്റെ പുറത്തെത്തുമ്പോൾ തന്നെ 2 നല്ല തിളങ്ങുന്ന കണ്ണുകൾ കാണുന്നു. ഇവർ നോക്കി ഒരു വലിയൊരു മുയൽ. അപ്പോൾ ഇവർ എയിം ചെയ്തപ്പോൾ പപ്പോട്ടിന് കൈ വിറയ്ക്കുന്നു. പട്ടം സാധനം സഹായിച്ചു പിടിക്കാൻ. അങ്ങനെ 2 പേരും കൂടി പിടിച്ചിട്ട് തോക്കുകൊണ്ട് വെടിവെച്ചു. കറക്റ്റ് ഉന്നം ആ മുയൽ ചത്തു വീണു. ഇവർ പോയി നോക്കിയപ്പോൾ ഒരു 2-3 കിലോ ഉണ്ട്. ഭയങ്കര ഭാഗ്യം. മേടിച്ചൊന്ന് റെസ്റ്റോറൻറ്റിൽ വരുമ്പോൾ റെസ്റ്റോറൻറ്റൊക്കെ പൂട്ടി. അപ്പോൾ അവർക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ശരി, നാളെ രാവിലെ കുക്ക് ചെയ്യാൻ പറഞ്ഞിട്ട് ഇവർ ഒന്ന് റൂമിൻ്റെ അവിടെ കൊണ്ടു വെച്ചിട്ട് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ വാതിലിൽ ആരോ വന്ന് തട്ടുന്നു. വാതിൽ തുറക്കുമ്പോൾ അടുത്ത പള്ളിയിൽ അച്ഛനാണ്. അയാളുടെ ആസ്ട്രേലിയൻ പൂച്ചേനെയാണ് ഇവർ വെടിവെച്ച് കൊന്നത്. പുള്ളിയുടെ ആസ്ട്രേലിയൻ പൂച്ചയായിരുന്നത്. ഇവർ മുയലാണെന്ന് പറഞ്ഞ് വെടിവെച്ച് കൊന്ന് വലിയൊരു പൂച്ചേനാണ്. അതിനെ വീട്ടിൻ്റെ റൂമിൻ്റെ മുന്നിൽ വെച്ചിട്ടുണ്ട്. പള്ളിയിലച്ഛൻ ലോഹയൊക്കെ മടക്കി കുത്തി നിന്നിട്ട് പച്ചത്തൊടി. ഇവർ 2 പേരും ഒരു റിയാക്ഷൻ ഇല്ലാതെ നിൽക്കണു. കഴിഞ്ഞിട്ട് കുറേ നേരം പള്ളിയച്ഛൻ പോയപ്പോൾ ഇവർ ചോദിക്കണം എന്താ ഉണ്ടായിരുന്നത്. ഇവർക്ക് തന്നെ അറിയില്ല എന്താ ഉണ്ടായത്, ഇവർ വെടിവെച്ചതാണോ കൊന്നതാണോ ഒന്നും ഇവർക്കറിയില്ല. അത് ഭയങ്കര സംഭവം, ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. പിന്നെ ഒരു ദിവസം ഷൂട്ടിങ് നോക്കുമ്പോൾ 2 പേരെ കാണാനില്ല. അപ്പോൾ എവിടെ തിരഞ്ഞിട്ട് എവിടെയും നോക്കി കാണില്ല. അപ്പോൾ ഒരു രാവിലെ തൊട്ട് തിരഞ്ഞു. ഒരു 4 മണിയായപ്പോൾ ഒരു ഫോൺ വരുന്നു. പീരുമേട് പോലീസ് സ്റ്റേഷൻ്റെ അടുത്തുള്ള
ഒരു ബൂത്തിൽ നിന്നാണ്. എന്താ വെച്ചപ്പോൾ കള്ള് ഷാപ്പിൽ രണ്ടുപേരും പണയം വെച്ചിരിക്കുകയാണ്, കാശില്ലായിരുന്നു സാർ കൊടുക്കാൻ. അതുകൊണ്ട് അടിച്ച് ഫിറ്റായിട്ട് കാശില്ല, ഞങ്ങൾ എന്താ വേണ്ടിച്ച് ചെയ്തോളാൻ പറഞ്ഞു സാറേ. ഇവരെവിടേക്കാണ് പറഞ്ഞേക്കേണ്ടതെന്ന് അറിയില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, അവിടെ പിടിച്ച് ഇരുത്തിയിരിക്കുകയാണ്. പിന്നെ ഞങ്ങൾ പോയി കൂട്ടിയിട്ട് വന്നു. പിന്നെ തൊട്ട് ഞങ്ങൾ റൂമിൽ പൂട്ടിയിടാൻ തുടങ്ങി. കാരണം ഇവരൊക്കെ പപ്പോട്ടൻ എന്ത് സീൻ കൊടുത്താലും പട്ടൻ സദൻ വന്നിട്ട് അത്ര സീരിയസ് അല്ല, പുള്ളി വളരെ കെയർലെസ് ആയി നടക്കും. പപ്പോട്ടൻ സീൻ കൈ കിട്ടിയ പിന്നെ പപ്പോട്ടൻ ആ ഇതിനോട് ഭയങ്കര ആത്മാർത്ഥതയാണ്. അപ്പോൾ പിന്നെ പുള്ളി ടെൻഷനാണ്. ഫിലിം ആയതുകൊണ്ട് ടേക്ക് 2 വരും, അത് ഭംഗിയാക്കുക എന്നുള്ളതും ഭയങ്കര ടെൻഷനാണ് പപ്പോട്ടിന്. പിന്നെ നമ്മളോട് സംസാരിക്കേണ്ടത് ആ കഥാപാത്രം മാത്രമാണ്. പപ്പോട്ടിന്റെ കുറെ ഡയലോഗുകൾ പിന്നീട് ആളുകൾ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പം ടാസ്ക് വിളിയിട എന്നുള്ളത് വളരെ പോപ്പുലർ ആയിട്ട് നിൽക്കുന്നുണ്ട്. ആ ചെറിയ സ്പാനർ ഇങ്ങെടുക്ക് പറയുന്നതാണ് ഇപ്പൊ ശരിയാക്കി തരാന്ന് പറഞ്ഞിട്ടുള്ള, പലരും ഇപ്പോഴും പല പണിയെടുക്കുമ്പോഴും ഇപ്പൊ ശരിയാക്കി തരാന്ന് പറയുന്ന ഡയലോഗുകൾ അങ്ങനെ ഇനിയുണ്ട്. അദ്ദേഹത്തിന്റെ മണിച്ചിത്രത്താഴിലെ കഥാപാത്രം, മണിച്ചിത്രത്താഴിലെ കഥാപാത്രത്തില് വാര്യംപള്ളി എന്താ മോനെ സ്കൂട്ടറിൽ സൈക്കിളിൽ വരുന്ന ആളോട് ചോദിക്കുക, എന്നെ ഒന്ന് സൂക്ഷിച്ചു നോക്കിയേ, എനിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിക്കുന്ന സീൻ ഇപ്പൊ നിങ്ങൾ കണ്ടാൽ ശരിക്കൊരു കുഴപ്പമുണ്ട് അതിനകത്ത്. ഒരു ചെറിയ കുഴപ്പവും ആ വെള്ളം 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 എന്ന് പറഞ്ഞ് ചാടി പോകുന്ന സീനുകള് നമ്മൾ അങ്ങനെ ചിന്തിക്കുമ്പം ഈ അങ്ങാടിയിലല്ലേ പാവാട വേണം മേലാട വേണം എന്നുള്ള പാട്ടൊക്കെ ഉള്ളത്. അങ്ങനെ അഭിനയിക്കുന്നു, ഇങ്ങനെ അഭിനയിക്കുന്നു. ഇനി ദി കിങ് എന്ന് പറയുന്ന മമ്മൂക്കയുടെ സിനിമയിൽ ഒരു സ്വാതന്ത്ര്യ സമര സേനാനി പെൻഷൻ കിട്ടാൻ നടക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. അതിന്റെയൊക്കെ ഒരു ഡബ്ബിങ്ങിലെ മോഡുലേഷൻ എന്ന് പറയുന്നത് നമ്മളീ പറയുന്ന പോലെ അവശബ്ദങ്ങളില്ല, ചുമയുണ്ട് അദ്ദേഹത്തിന്. ആ കഥാപാത്രം ചുമച്ച് വർത്താനം പറയുന്ന ഒരാളാണ്. അത് ആ സിനിമയിൽ എനിക്ക് ഓർമ്മയുണ്ട്, 2 കൈയിലും ബ്രിട്ടീഷുകാരിങ്ങനെ പിടിച്ച് നിലത്ത് കിടത്തിയിട്ട് നെഞ്ചത്തിട്ട് ചവിട്ടും, അതിന്റെ ചുമയെന്നൊക്കെ പറയുന്ന ഒരു ഡയലോഗുണ്ട്. അതൊക്കെ എത്ര ഗംഭീരമായിട്ടാണ് ഈ ഒരു നടൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് കമ്പ്യൂട്ടറിൽ ശബ്ദത്തിന്റെ ട്രാക്ക് പിടിച്ച് വെച്ച് സിങ്ക് ചെയ്യാം. അന്ന് ഈ സ്പൂളിലല്ലേ നിങ്ങളൊക്കെ ഡബ് ചെയ്യുന്നത്? ലൂപ്പ് സ്പൂള് എത്തിയിട്ടില്ല, ഫിലിമിലാണ് ലൂപ്പ് ഫിലിം ലൂപ്പായിട്ട് ഇട്ടിട്ട് ഓരോ ഷോട്ടും ഓരോ ലൂപ്പാക്കിയിട്ട് അത് പ്രൊജക്ടറിൽ അതന്നെ റിപ്പീറ്റ് ചെയ്ത് ഓടിക്കൊണ്ടിരിക്കും. അപ്പൊ അത് വരും, അത് കഴിഞ്ഞ കുറച്ച് ബ്ലാങ്ക് വരും, വീണ്ടും ആ ഷോട്ട് തന്നെ തിരിച്ചു വരും, അത് ഡബ് ചെയ്യുക, റീടേക്ക് വന്നാൽ വീണ്ടും ബ്ലാങ്കിൽ വെയിറ്റ് ചെയ്യുക, അതിന് ഒരു ആരോ മാർക്ക് വരും, നമ്മുടെ ഡയലോഗ് വരുന്നത് ഉറപ്പായി വീണ്ടും ഡബ് ചെയ്യുക. പിന്നെ അത് മൊബൈലിൽ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു ഡയറക്ടർ പറയും ടേക്ക് 2 ടേക്ക് 3 ടേക്ക് 4 ടേക്ക് 9 ടേക്ക് 10 എന്നിട്ട് ഡയറക്ടർ പറയും ടേക്ക് 1 and 9 ഓക്കെ. അങ്ങനെയും പറയും. 2 ഓക്കെ വയ്ക്കും, 2 ഓക്കെ വെച്ചിട്ട് എടുക്കുന്നതല്ലേ. ഇപ്പൊ അങ്ങനെയല്ലേ നമ്മള് നീ എവിടെ പോകുന്നു എന്നുള്ളതിന് നീ ഓക്കെ അല്ലേ സാർ, എവിടെ ഓക്കെ അല്ലേ സാർ, പോകുന്നു, ഇങ്ങനെ 3 പീസായിട്ട് ഡബ് ചെയ്യുക. ഇതെല്ലാം ഈ പപ്പുവിൻ്റെ ഡെഡിക്കേഷൻ കാര്യം പറയുന്ന അദ്വൈതം എന്നുള്ള പ്രിയദർശൻ്റെ പടത്തില് ഇത്രേ പ്രിയം പറഞ്ഞുള്ളൂ. പപ്പുവിനെ ജസ്റ്റ് ആ ക്യൂന്ന് ഇങ്ങനെ ഒരാൾ പിടിച്ച് മാറ്റിയതേ ഉള്ളൂ. പക്ഷേ ദേഹ ഉപദ്രവം ചെയ്ത മാതിരി ഒന്ന് പെർഫോം ചെയ്യണം. പുള്ളി പറഞ്ഞിരുന്നതിന് മുമ്പ് ആ ഉടുപ്പ് അങ്ങോട്ട് വലിച്ചു കീറി, എന്നിട്ട് ആ കോഴിക്കോട് തറയുണ്ടല്ലോ മറ്റേ ചെളിയെ കളന്ന് അതിലൊരു 3 റൗണ്ട് ഉരുണ്ട്, എന്നിട്ട് എണീറ്റ് മുടിയൊക്കെ വെച്ചിട്ട് ആള് മാറി. എന്തോ ഗുരുതരമായിട്ട് അദ്ദേഹത്തെ മർദ്ദിച്ച മാതിരിയുള്ള രൂപമാക്കി എടുത്തു കഴിഞ്ഞു. അദ്വൈതത്തില് മുകുന്ദേട്ട സുമുദ്ര വിളിക്കുന്ന പോലെ ആ പഞ്ചായത്തിൽ പൈപ്പ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ആള് ഭയങ്കരമാണ്. അപ്പോ ഈ പപ്പുവേട്ടനൊക്കെ എത്ര ശ്രമിച്ചിട്ടും പൈപ്പ് വരാത്തതാണ് ഈ ശ്രീനിവാസൻ വിളിച്ചു കഴിഞ്ഞപ്പം അറിയാതെ യാദൃശ്യമായിട്ട് പൈപ്പ് വരുന്നത്. അപ്പൊ ഇവര് ഫോൺ വിളിച്ചിട്ട് അതെങ്കിൽ കൊടുത്തുവിട്, എന്താ പൈപ്പ് നീ ഇറക്കണം എന്നൊക്കെ പുള്ളി മന്ത്രിയുടെ ഓഫീസിൽ വിളിക്കുമല്ലോ. ശ്രീനേട്ടൻ പോയി കഴിഞ്ഞിട്ട് ആ ഫോണിന്റെ അടുത്തിരുന്നിട്ട് പുള്ളിക്കൊരു സംശയമുണ്ട്, ഇത് ശരിയായതാണോ അല്ലയോ എന്ന് പറയുന്നത്. അങ്ങനത്തെ ചില കുഞ്ഞു സാധനങ്ങൾ ഇടുന്നതില് എന്തായാലും എന്നിട്ട് ഇവിടെ കത്ത് എഴുതിക്കുമല്ലോ എല്ലാരെയും കൊണ്ട്. ആ പടത്തില് കത്ത് എഴുതിക്കുന്ന സീൻ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പപ്പുചേട്ടനാണോ എഴുതിയെന്ന് നോക്കുമ്പം എല്ലാരും എഴുതി നോക്കുമ്പം പുള്ളിയുടെ കൈയക്ഷരം അല്ല. അപ്പൊ വേണുചേട്ടൻ പറയും അല്ല എന്ന് പറയുമ്പോ പുള്ളി അവിടെ എല്ലാരെ ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ, ഈ നേരസ്ഥനൊന്ന് പോയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് പോത്. ഇങ്ങനെ നമ്മൾ ആലോചിക്കും എന്തോരം പടങ്ങളാണ്. എത്ര പടത്തിൽ ഏകദേശം പപ്പുചേട്ടൻ ഉണ്ടാവും? പപ്പുചേട്ടൻ എന്റെ ഒരു 35-40 സിനിമയിലുണ്ടാവും. 40 സിനിമയില് പപ്പുചേട്ടൻ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം പപ്പുചേട്ടൻ പിന്നെ ഒരു ഇതുള്ളത് അന്നത്തെ പല നമ്മളാരും ഇത് പറയല്ല, തിരക്കഥാകൃത്തുകൾ പലപ്പോഴും ഹാസ്യം ഉണ്ടാക്കലാണ് അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം. അതുകൊണ്ട് ഇവിടെ ഒരു ഹാസ്യരംഗം ചേർക്കണം എന്നാണ് നമ്മുടെ വലിയ വലിയ തിരക്കഥാകൃത്തുകൾ എനിക്ക് എഴുതി തന്നിട്ടുള്ള സ്ക്രിപ്റ്റിലൊക്കെ അയച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ഹാസ്യരംഗം ചേർക്കണം എന്നുള്ളൂ,
എന്താണെന്നില്ല, കഥാപാത്രം എന്താണെന്നില്ല. അപ്പോൾ അവിടെ വരുമ്പോൾ ഡിസ്കസ് ചെയ്യണം. പൊപ്പോട്ടാ മാളരവിന്ദനുണ്ടാവും, പൊപ്പോട്ടിനുണ്ടാവും, പട്ടണത്തിനുണ്ടാവും, ലളിത ചേച്ചി. ഇവരുടെ പേര് ലളിത ചേച്ചിയാണ് അന്ന് കോമഡി പേര്. എൻ്റെ ആദ്യത്തെ സിനിമയിൽ തൊട്ടിട്ട് അവരാണ് ലളിത ചേച്ചിയുടെ മുഖത്ത് ക്യാമറ വെച്ചിട്ടാണ് ഞാൻ ഫസ്റ്റ് തുടങ്ങുന്നതാണ് 77. അപ്പോൾ എന്നിട്ട് അവിടെ ഡിസ്കസ് ചെയ്യണം എന്ത് ചെയ്യാം. മോനെ ചന്ദ്ര എങ്ങനെ ചെയ്യട്ടാ ലളിത ചേച്ചി ചോദിക്കും. അപ്പം പപ്പോട്ട് വന്നിട്ട് ഞാൻ ഇങ്ങനെ ചെയ്യടാ. എന്നിട്ട് പപ്പോട്ടിന് ചില ടെക്നിക്കുകളുണ്ട്, ഇത് അവരോട് പറയണ്ട, ഞാൻ ടേക്കിൽ ചെയ്തോളാം എന്ന് പറയും. കാരണം അവരെക്കാൾ നന്നായി ചെയ്യാൻ വേണ്ടിയിട്ട് ടേക്കിൽ ചെയ്യും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു പ്രാവശ്യം അങ്ങനെ ടേക്കിൽ ചെയ്തപ്പോൾ ബാസി ചേട്ടന് ദേഷ്യം വന്നു. അടൂർ ബാസി ജലതരംഗം പറഞ്ഞ എൻ്റെ സിനിമയിൽ പപ്പോട്ടിനും അടൂർ ബാസിയും കൂടെ അഭിനയിക്കുമ്പോൾ ബാസി ചേട്ടൻ എല്ലാവരും ഓവർടേക്ക് ചെയ്ത് നന്നായി ചെയ്യും, ഭയങ്കരമായിട്ട് ഷൈൻ ചെയ്യും, ആർക്കും വിട്ടുകൊടുക്കില്ല. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ഐഡിയ പപ്പോട്ടിനെ ഡിസ്കസ് ചെയ്തു. ഞാൻ ഇപ്പം മിണ്ടണ്ട പറഞ്ഞു. പപ്പോട്ടൻ അത് ടേക്കിൽ ചെയ്തു. അത് കഴിയുമ്പോൾ ബാസിയേട്ടൻ്റെ മുഖമൊക്കെ മാറി. മിസ്റ്റർ നിങ്ങൾ വല്ലതും ചെയ്യാൻ റിഹേഴ്സൽ ചെയ്ത് കാണിക്കണം, ടേക്കിലല്ല ചെയ്യേണ്ടത് പറഞ്ഞു. അദ്ദേഹം അതേ ചെയ്യാറുള്ളൂ, പക്ഷെ വേറൊരാളെ പാടില്ല. ഈ 10-30 പടം പപ്പോട്ടിനെ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ. എന്നെങ്കിലും നിങ്ങൾ തമ്മിലൊന്നും തെറ്റി എന്തെങ്കിലും ചൂടാവേണ്ട സിറ്റുവേഷൻ വന്നിട്ടുണ്ടോ? ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. ഉണ്ടല്ലേ? എന്തെങ്കിലും അല്ല, ഇടയ്ക്കിടയ്ക്ക് കൊടുക്കും. കാരണം പപ്പോട്ടനെ നമ്മൾ പറഞ്ഞു നോക്കും. കുറച്ച് കഴിയുമ്പോൾ പപ്പോട്ടനെ കാണാൻ പറ്റില്ല. എവിടെയാ പപ്പോട്ട പോയിരിക്കുന്നത്? അത് മോനെ എന്റെ നാട്ടിൽ നിന്ന് ഒരാൾ വന്നു. ചുമ്മാ ഒരു ദിവസം വെറുതെയാണ്. ഇടയ്ക്ക് 2 മണിക്കൂർ പോയിട്ട് അപ്പുറത്തെ സ്റ്റുഡിയോ പോയിട്ട് അഭിനയിക്കുന്നുണ്ടാവും, ഞാൻ കാണാതെ. എന്നിട്ട് അവിടെ പോയി പിടിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഡേറ്റ് ആയിരിക്കും. ചോദിച്ചാൽ അത് അവര് പാവങ്ങളല്ലടാ, നിനക്ക് എപ്പോ വേണമെങ്കിൽ ഞാൻ തരില്ലേ, അവർക്ക് ഇന്നല്ല കൊടുത്തു, ഇങ്ങനെയൊക്കെ പറഞ്ഞ് അഡ്ജസ്റ്റ് ചെയ്യും. പപ്പോട്ടിന്റെ സ്ഥിരം പതിവാണ്. പക്ഷെ അവിടെ വന്നിരുന്ന് രാവിലെ വന്നിരുന്ന് അവിടെ കിടന്ന് തട്ടിക്കളിച്ച് ഉരുണ്ട് കളിച്ച് എങ്ങനെയും ആ ഹാസ്യരംഗം എന്താണെന്ന് പുള്ളി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും. അത് കറക്റ്റായി ചെയ്തിരിക്കും. അങ്ങനെയാണ് ആ മണ്ണിന്റെ മണമുള്ള കവിത അത് ഇതൊക്കെ പപ്പോട്ടൻ ഉണ്ടാക്കുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട്. മാളാരവിന്ദൻ പപ്പോട്ടനോട് ആ പീരുമേട് മുഴുവൻ തെക്കുമുടക്കം നടന്നിട്ടുണ്ടാക്കുന്നതാണ്. ആ അഗ്നിമുഖം പറഞ്ഞ സിനിമയൊക്കെ ചെയ്യുമ്പോൾ അത് 12 ദിവസം കൊണ്ട് 4 പാട്ടും 4 ഫൈറ്റും സിനിമയും തീർത്തതാണ് ആ പടം. ഇതൊക്കെ എങ്ങനെയാ ഇതൊക്കെ നടക്കുന്നത്? ഇതൊക്കെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലല്ലോ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് വേറെ വല്ല പരിപാടികൾ അറിയാം? ഇത് എങ്ങനെയാണ്? 67 പടം ചെയ്തു, ഇത്രയും സംവിധാനം ചെയ്തതാണ്. അപ്പൊ എന്തുമാത്രം ക്ഷമയുണ്ടെന്നുള്ളതിന് ഒരു തെളിവ് ഞാൻ പറഞ്ഞുതരാം. ഈ അടുത്ത കാലത്ത് മോഹൻലാൽ പടത്തിൽ അഭിനയിച്ചത് ഇദ്ദേഹം കൊണ്ടാണ് ഞങ്ങൾ ഒന്നിച്ച് അഭിനയിക്കുന്നത്. അപ്പൊ ആ ഒരു ബോഡി കൊണ്ടുവന്ന സീനിൽ പുള്ളി ഒരു കുടയായിട്ട് നിൽക്കുമ്പം അതിനകത്തുള്ള ഒരു വർക്കർ വന്നു പറഞ്ഞു, ഹലോ ഒന്ന് മാറിയുന്നേ, ഈ ഫ്രണ്ടിൽ ആർട്ടിസ്റ്റൊക്കെ നിൽക്കുന്നില്ല, അവരൊക്കെ അവർ ഒന്ന് ബാക്ക് ചെയ്യുന്നേ എന്ന് പറയും. അപ്പോൾ ഇദ്ദേഹം ചിരിച്ചുണ്ട്, ഞാൻ ബാക്ക് ചെയ്യുന്ന അങ്ങ് മാറി നിന്ന് വളരെ ഒബീഡിയൻ്റ് ആയിട്ട് ആ PM പറയുന്ന കേട്ട് ഞങ്ങൾ മാറി നിന്ന്. ഞാൻ രാത്രി മോഹൻലാലിൻ്റെ പറഞ്ഞു ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു. അപ്പം പുള്ളി പറയണം, 167 പടം ചെയ്ത ആളാണ്, ആ മനുഷ്യൻ്റെ തന്നെ അവനെ കാലി തൂക്കി തറയടിക്കുകയല്ലേ വേണ്ട. അല്ല, അവർക്ക് അറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്ക് ഇത് അവർക്കറിയില്ല, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് രണ്ടും പറയുമ്പോഴേ ഒരു കാര്യമുണ്ട്. ഇത് രണ്ടും പറയുമ്പോ ഈ നമുക്ക് നമ്മൾ ആരാന്നറിയാലോ. ചിലർക്ക് അത് വെച്ചിട്ടൊരു ദേഷ്യം വേണേ വരാം. നിനക്ക് ഞാൻ ആരാന്നറിയാവോടോ എന്നൊരു ചോദ്യം വരാം. നിങ്ങൾക്കത് വരുന്നില്ല അല്ലെ? അത് ഇപ്പൊ ഈ പറയുന്നൊരു സംഭവം ഇങ്ങനൊരു ആളോട് സാറ് പറഞ്ഞതിനകത്ത് കറക്റ്റാണ്. ഒരു പക്ഷേ ഇപ്പൊ ഈ TV പരിപാടിയിൽ ഇന്ന് ഈ പരിപാടി എയർ ചെയ്യുമ്പം കാണുന്ന എത്രയോ പേർക്ക് ചിലപ്പോൾ പുതിയ മുഖമായിരിക്കും ഇത്. കാരണം ഡയറക്ടറിന്റെ മുഖം വന്ന് അതിനെന്താ ഉദാഹരണം എന്ന് വെച്ചാൽ, ഈ അടുത്ത കാലത്ത് ഞാൻ ട്രെയിനിൽ വരുമ്പോ എന്നോട് ഒരാൾ ചോദിച്ചു എന്താ പണി. ഞാൻ പറഞ്ഞു ഞാൻ സിനിമയിൽ ഇങ്ങനെ ചെറിയ ജോലിയൊക്കെ ചെയ്യണു. എന്തോ ചോദിച്ചു. ഞങ്ങളൊരു ഡയറക്ടറാണ്. ഡയറക്ടറോ? എന്താ പേര്? പറഞ്ഞു ചന്ദ്രകുമാർ. പണ്ടൊരു ചന്ദ്രകുമാർ ഉണ്ടായിരുന്നില്ല, അയാളിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? ഞാൻ പറഞ്ഞു അയാളൊക്കെ തട്ടിപ്പോയിട്ട് കാലം കുറയാണ്. അല്ലാതെ ഇപ്പൊ ഞാനാണ് അതിന്ന് പ്രൂവ് ചന്ദ്രകുമാർ, പുതിയ ചന്ദ്രകുമാർ പോയി. അല്ലാതെ ഞാൻ അതിപ്പോ പറഞ്ഞ അവരെ തെളിയിച്ചിട്ട് കാര്യമൊന്നുമില്ല. കാരണം അവര് നോക്കുമ്പോ പ്രേംനസീറിന്റെയും മധുവിന്റെയും ഒക്കെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ചന്ദ്രകുമാറാണ്. അപ്പൊ ഏതാണ്ട് ഒരു 1995 ഇയേഴ്സ് എനിക്കും കാണണം. അതാണ് അവര് ധരിക്കുന്നത്. അപ്പൊ പിന്നെ ഞാൻ അവര് ബോധ്യപ്പെടുത്തേണ്ട. വളരെ ചെറുപ്പത്തില് സിനിമ തുടങ്ങി അല്ലേ? ഞാൻ 19 വയസ്സിൽ ഡയറക്ടറായി. 14 വയസ്സിൽ ഉമ്മാച്ചു പറഞ്ഞ സിനിമയിൽ P. ഭാസ്കരന്റെ കൂടെ അസിസ്റ്റന്റായിട്ട് കയറുകയാണ്. അന്ന് ജീവിതത്തിൽ കണ്ടുമുട്ടിയതാണ്. മധുസാറിനെയാണ് ആദ്യമായി കണ്ട നടൻ. പിന്നെ മധുസാറായിട്ട് ജീവിതത്തിൽ ഒരുപാട് പടങ്ങൾ ചെയ്തു. മധുസാർ ഉമാ സ്റ്റുഡിയോന്റെ ഒരുപാട് പടങ്ങൾ ഡയറക്റ്റ് ചെയ്തു.